നാടകക്കളരി തന്ന ഒരു ഉത്തേജനമുണ്ട്, മാനസികമായിട്ടൊരു ഉത്തേജനം. നാടകത്തെ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു തോന്നൽ നമുക്കുണ്ടാക്കി. നമുക്ക് ഈ കോളേജിലുള്ള ചെറിയ ചെറിയ കോമ്പറ്റീഷനിലുള്ള നാടകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് മാത്രം ആയില്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു ഊർജം തന്നത് എൻ്റെ സഹോദരനായ കിഴക്കേ ഇല്ലത്തെ FACT സ്കൂളിലെ ഒരു ടീച്ചറായ KS നമ്പൂതിരിയാണ്. അദ്ദേഹം കവിയാണ്, നാടകകൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർമ്മാല്യം എന്ന് പറയുന്നൊരു നാടകം വിക്രമൻ നായർ ട്രോഫി മത്സരത്തിൽ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുകയും 1ാം സമ്മാനം വാങ്ങുകയും ചെയ്തു. ആ നാടകത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അത് ഈ നാടകക്കളരിക്ക് ശേഷമായിരുന്നു അഭിനയിച്ചത്. പക്ഷേ ആ നാടകം ഒരു സീരിയസ് പ്ലേ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു വിഗ്രഹ ഭഞ്ജകൻ്റെ, നമ്മൾ പൂജ കഴിക്കുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹം എടുത്ത് നിവൃത്തിയില്ലാത്തതുകൊണ്ട്, അഷ്ടിക്ക് വകയില്ലാത്തതുകൊണ്ട്, ആഹാരത്തിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ വിഗ്രഹം മോഷ്ടിച്ച് വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രം, ഹീറോ, ആയിരുന്നു എനിക്ക് അഭിനയിക്കേണ്ടത്. അത് ഭയങ്കര അപ്ലാസാണ് പൊതുജനങ്ങളുടെ, നാടക കുതുകികളുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. ആ നാടകത്തിൻ്റെ ഒരു വിജയം തന്ന ഒരു പ്രചോദനമാണ് സത്യത്തിൽ അതിനെ വിപുലീകരിച്ച് മറ്റൊരു പ്രൊഫഷണൽ നാടകമായിട്ട് എടുത്താൽ എന്താ, കൊണ്ടുപോയി നടന്നാൽ എന്താ എന്നൊരു ചിന്ത ഉണ്ടാക്കിയത്. KS നമ്പൂതിരിയുടെ ഒരു സുഹൃത്തായിരുന്നു കാലടി ഗോപി. അപ്പോൾ ശ്രീ കാലടി ഗോപിയായിട്ട് KS നമ്പൂതിരി സംസാരിക്കുകയും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ട്രൂപ്പ് രൂപീകരിക്കാം, ഈ നാടകം അല്പം കൂടെ വലിപ്പമുള്ള നാടകമാക്കാം, മാത്രമല്ല അതിൽ കോമഡിയുടെ എലിമെൻറ്റ്സ് ഇല്ല ഈ നിർമ്മാല്യം എന്ന് പറയുന്ന സീരിയസ് പ്ലേയിൽ. അപ്പോൾ ഒരു പ്രൊഫഷണൽ നാടകമായിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കോമഡി ഒരല്പം അതിൻ്റെ അകത്തൊക്കെ വേണം, ചില ക്യാരക്ടേഴ്സ് വേണം. അങ്ങനെ കോമഡിക്ക് വേണ്ടി കോമഡിയല്ല, കഥാപാത്രങ്ങൾ, ഈ കഥയ്ക്ക് അനുയോജ്യമായ ചില കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് അത് ഉണ്ടാകുന്നൊരു കോമഡി, നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോമഡി. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ചേർത്ത് വിപുലീകരിക്കുക, വലുത്. മറ്റേ 1 മണിക്കൂർ 1.25 മണിക്കൂർ ഒരു പ്ലേയാണ് നിർമ്മാല്യം. അത് വിപുലീകരിച്ച് ഉണ്ടാക്കിയതാണ് സമസ്യ എന്ന് പറയുന്ന നാടകം. പിന്നീട് സിനിമയായി. ആ നാടകം പെരുമ്പാവൂർ നാടകശാല എന്നൊരു ട്രൂപ്പാണ് അവതരിപ്പിച്ചത്. ആ ട്രൂപ്പിൻ്റെ സെക്രട്ടറി ഞാനായിരുന്നു. ഞാൻ എൻ്റെ MSCക്കൊക്കെ സീറ്റ് തേടി എൻ്റെ കൂടെ വന്ന രാധാകൃഷ്ണൻ വേറൊരു ഷെയർ ഹോൾഡറാണ്. എൻ്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ, ഞാൻ എന്ത് പരിപാടിയിലുണ്ടെങ്കിലും കൂടെയുണ്ട് രാധാകൃഷ്ണൻ അഭിനയമില്ല, രാധാകൃഷ്ണന് പാട്ടില്ല, പാടും പക്ഷേ പാട്ടുകാരനായിട്ട് അരങ്ങത്ത് വരാൻ തയ്യാറല്ല. എങ്കിൽ കൂടി നമ്മുടെ കൂടെ എല്ലാം വരും. ഈ പെരുമ്പാവൂർ നാടകശാല രൂപം കൊള്ളാനുള്ള ഒരാലോചനാ യോഗം മുതൽ അതിൻ്റെ അവസാന ഘട്ടം വരെ എൻ്റെ കൂടെ, ഞാൻ രാധാകൃഷ്ണൻ്റെ ബൈക്കിലാണ് യാത്ര മുഴുവൻ. ഒരു രാജദൂത്, ചുമന്ന നിറത്തിലുള്ളൊരു രാജദൂതുണ്ട് രാധാകൃഷ്ണൻ കോളേജിൽ പഠിപ്പിക്കുന്നു, ഞാനും പഠിപ്പിക്കുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ്റെ MSc കഴിഞ്ഞ് PhD കഴിഞ്ഞിട്ട് തിരികെ വന്നതിന് ശേഷമാണ് ഈ നാടകത്തിലേക്കുള്ള എഴുത്തിയാട്ടമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായത്. 1000 രൂപ വെച്ച് ഓരോരുത്തരും എടുക്കുക. അങ്ങനെ 10 പേര് കൂടി 10,000 രൂപയായി. അതാണ് ഫണ്ട് നാടകശാലയുടെ, പെരുമ്പാവൂർ നാടകശാലയുടെ. നല്ല ആർട്ടിസ്റ്റുകൾ വേണം. അപ്പോൾ അതിൽ ഈ നിർമ്മാല്യത്തിൽ ഞാൻ അഭിനയിച്ച വേഷം എന്ന് പറഞ്ഞാൽ ആ ഹീറോയുടെ വേഷം, നാരായണൻ നമ്പൂതിരി എന്നുള്ള കഥാപാത്ര, പൂജാരി. ആ പൂജാരിയുടെ വേഷം എനിക്ക്. അപ്പോൾ ആ ഇതിൽ എൻ്റെ ഓപ്പോളായിട്ട്, എൻ്റെ മൂത്ത സിസ്റ്ററായിട്ട് കുട്ടിയടത്ത് വിലാസിനി, പിന്നെ മറ്റ് കഥാപാത്രങ്ങളെല്ലാം നെല്ലിക്കോട് ഭാസ്കരൻ, കുതിരവട്ടം പപ്പു, മാള അരവിന്ദൻ, വൈക്കം സുകുമാരൻ നായർ, പെരുമ്പാവൂർ തന്നെ വേറൊരു സ്കൂളിൽ ജോലിയുള്ള ഒരു മാഷ്, കാലടി ഗോപി സംവിധാനം, അതിൻ്റെ പാട്ട് എഴുതുന്നതെല്ലാം KS നമ്പൂതിരി, സ്ക്രിപ്റ്റ്, നാടകത്തിൻ്റെ സ്ക്രിപ്റ്റും പാട്ടും KS നമ്പൂതിരി. കുട്ടിയടത്തി വിലാസിനി, കുട്ടിയടത്തി എന്നുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് അവരങ്ങനെ അതിൻ്റെ ആ ഒരു പ്രഭാവലയത്തിൽ അവർ വിരാജിക്കുമ്പോഴാണ് സത്യത്തിൽ ഈ നാടകത്തിൽ അഭിനയിക്കാൻ അവർ വരുന്നത്. ഈ ബാക്കിയുള്ള എല്ലാ ആളുകളെക്കാളും കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വിലാസിനി രംഗത്ത് വരുന്നത് കാണാനായിട്ടാണ്. അപ്പോൾ വിലാസിനി കോഴിക്കോട് തന്നെയുള്ള മച്ചാട് വാസന്തി ചെറിയ വേഷം ചെയ്യുകയും പാട്ട് പാടുകയും ചെയ്യും. മച്ചാട് വാസന്തി, പിന്നെ ജെസ്സി, ഒരു ടീച്ചറായിരുന്നു അവർ.
ആ ജെസ്സി ഇപ്പോഴും അവർ ടീച്ചിങ് ഒക്കെ നിർത്തി കാണും, കാരണം അവർ റിട്ടയർ ചെയ്ത് കാണും. ഒരു സിന്ധു, കൊടകരക്കാരി ഒരു സിന്ധു ഹീറോയിൻ ആയിട്ട്, എൻ്റെ ഹീറോയിനായിട്ട് ഇത്രയും കഥാപാത്രങ്ങളാണ് അവിടെ ഇതിലുള്ളത് പ്രധാനമായിട്ട്. ഈ കഥാപാത്രങ്ങളെ വെച്ച് മറ്റേ സുകുമാരൻ സാറാണ് പെരുമ്പാവൂർ ഉള്ളൊരു മാഷറെന്ന് ഞാൻ പറഞ്ഞത്. ഇവരെല്ലാമാണ് അഭിനയിക്കുന്നത്. നാടകത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അന്ന് ഗീത ചങ്ങനാശ്ശേരി, കാളിദാസ കലാകേന്ദ്രം കൊല്ലം, അതുപോലെ മറ്റേ KPAC ഇവരെല്ലാം നാടകങ്ങളുമായിട്ട്, വൈക്കത്തെ നാടക സംഘം, സംഘമിത്ര, അങ്ങനെ ധാരാളം നാടക സമിതികളുള്ള, കൊല്ലത്താണെങ്കിൽ കൂണ് മുളയ്ക്കുന്ന പോലെ നാടക സംഘങ്ങൾ. പക്ഷേ ബാക്കിയുള്ള സകല നാടകങ്ങളെയും ബീറ്റ് ചെയ്ത് MS നമ്പൂതിരി ഉണ്ടായിരുന്നു അതിൽ അഭിനയിക്കാൻ. ഞാൻ ചില പേര് വിട്ടുപോയതാ. MS നമ്പൂതിരി പ്രധാന ശാന്തിക്കാരനായിട്ട് പ്രായാധിക്യം കൊണ്ട് ആ ശാന്തി എന്നെ ഏൽപ്പിച്ച്, ജൂനിയറായി എന്നെ ഏൽപ്പിച്ച്, എൻ്റെ ഒരു മുത്തശ്ശനായിട്ട് അദ്ദേഹം അഭിനയിച്ചു. അതിൽ അതിഗംഭീരമായ അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അത് ഇത്രയും തികഞ്ഞ ഒരു ടീം മലയാള നാടകവേദിയിൽ എന്നെങ്കിലും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, സിനിമയുടെ ഒരു പരിവേഷമുള്ള ആളുകളെല്ലാം, അതുപോലെ ഈ പുതിയ ആളുകളും പുതിയ പുതിയ മുഖങ്ങളും നാടകത്തിൻ്റേതായ കൃത്രിമത്വമൊന്നുമില്ലാത്ത ഡയലോഗ് റെൻഡറിങ്ങും, മറ്റേത് നമ്മൾ കാണാറുള്ള നാടകത്തിലെല്ലാം കള്ളത്തൊണ്ടയിൽ സംസാരിച്ച് ഒരു വല്ലാത്ത ബാസ് ഉണ്ടാക്കി സംസാരിക്കുന്ന ഒരു രീതി നാടകത്തിന് ഉണ്ടായിരുന്നു. അതൊക്കെ വിട്ട് നാച്ചുറലായിട്ട് നമ്മൾ അങ്ങനെ സംസാരിച്ചാൽ മതി. നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ ബിഹേവ് സിനിമ പോലെ തന്നെ. നെല്ലിക്കോട് ഭാസ്കരൻ്റെയൊക്കെ അഭിനയ രീതി അതാണല്ലോ, കുട്ടിയടുത്ത് വിലാസിനിയുടെ അതാണ്, മേക്കപ്പും അതുപോലെ. അങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ട് എല്ലാവർക്കും തോന്നി. ഇത് അങ്ങോട്ട് ഓടി തകർത്ത് അഭിനയിച്ചു തുടങ്ങി. തിരുവനന്തപുരം സൈഡിൽ VJT ഹാളിൽ ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ നാടകത്തിൻ്റെ അവസാനത്തെ സീൻ കഴിഞ്ഞ് ഞങ്ങളൊക്കെ മേക്കപ്പ് തുടയ്ക്കുന്നൊരു ഘട്ടത്തിൽ 2 ആളുകൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ എഴുന്നേറ്റ് നിന്നു. ഒരു കാര്യം പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കട്ടെ എന്താണ്? അപ്പോൾ ഞാൻ പത്മരാജൻ, ഇത് കുമാരൻ, KP കുമാരൻ. അപ്പോൾ ഞാൻ പറയും നമസ്കാരമുണ്ട്, നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 2 പേരെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. എഴുത്തുകാരെന്നുള്ള നിലയിലാണ് പത്മരാജൻ അന്ന്. അപ്പോൾ ഈ KP കുമാരനെ കേട്ടിട്ടുണ്ട്, പത്മരാജൻ എഴുത്തുകാരെന്നുള്ള നിലയിൽ, കഥാകൃത്ത് എന്നുള്ള നിലയിൽ കേട്ടിട്ടുണ്ട്. മാത്രമല്ല ആകാശവാണിയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം സുപരിചിതമാണ്, വാർത്തകൾ വായിക്കുന്നിടത്തും പറ്റും. അപ്പം എന്നോട് ചോദിച്ചു, നമ്പൂതിരി കോളേജിൽ പഠിപ്പിക്കുകയാണോ? അതെ. അപ്പോൾ ഒരു കാര്യം പറയാനാണ്, കാരണം സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു നടൻ എന്നുള്ള നിലയിൽ, അത് കഥകളി നടനാണെങ്കിലും നാടക നടനാണെങ്കിലും കൂത്തിൻ്റെ കൂടിയാട്ടം നടത്തുന്ന നടനാണെങ്കിലും നമ്മുടെയൊക്കെ ആഗ്രഹം അതിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക, സിനിമാ നടനായി അറിയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു മനസ്സിലുള്ള ആഗ്രഹം. അതാണ് ഗൂഢമായ ആഗ്രഹം, പലരും പറയാറില്ലെന്നേ ഉള്ളൂ. ഞാൻ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ തന്നെ. ഞാൻ പറഞ്ഞു എന്താ ചോദിക്കുന്നത്, ഞാൻ എന്താ പറയേണ്ടതെന്നറിയില്ല. ഞാൻ അത്രയും ഒരു വികാര വിക്ഷോഭം എൻ്റെ മനസ്സിലുണ്ടായി. പ്രത്യേകം ചോദിക്കേണ്ട, ഞാൻ എവിടെയാണ് വരേണ്ട, ആരെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അദ്ദേഹം ഇന്നയാൾ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലൊരു ഹീറോയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹമായിട്ടൊന്ന് കണ്ട് സംസാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ എന്നാണ്, വീട്ടിൽ ലാൻഡ് ഫോണേ ഉള്ളൂ, ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് എന്നാ വരേണ്ടതെന്ന് ചോദിച്ചിട്ട് അന്നൊന്ന് ചെന്ന് സംസാരിച്ചാൽ തിരക്കേടില്ല. ഇത് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചിരുന്നു. ചിത്രലേഖ ഫിലിം സൊസൈറ്റി ഒക്കെ ഉള്ള കാലമാണെന്ന്. അദ്ദേഹം ചില പടങ്ങൾ എടുത്തിട്ട് അതൊന്നും റിലീസാവാൻ പറ്റിയില്ല, പുറത്തായില്ല. ഇത് സ്വയംവരമൊക്കെ എടുക്കുന്നൊരു കാലഘട്ടമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, കൃത്യമായിട്ട് ഞാൻ ഓർമ്മയില്ല. അതുകൊണ്ട് ഏതായാലും അടൂർ ഗോപാലകൃഷ്ണനാണ് അന്വേഷിച്ച ആൾ. അപ്പോൾ ഞാൻ തിരികെ വീട്ടിൽ വന്നു. അപ്പോൾ അന്നേരത്തേക്കും ഫ്ലാഷായ ന്യൂസ് ചെയ്യും. കാരണം ഈ നമ്പൂതിരി ഈ ഇതിൽ സമസ്യയിൽ അഭിനയിക്കുന്ന ഈ നമ്പൂതിരി, ബാബു നമ്പൂതിരി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു ഇങ്ങനെ ടോക്ക്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക്. നമ്മൾ 2 പേര് വന്ന് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്നുള്ള ചോദിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ സിനിമ എടുക്കുന്ന ആളെ പോയി കണ്ടില്ല, ഞാനതിന് പറ്റുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം അംഗീകരിക്കുമെന്നറിയില്ല. ഇതിനു മുമ്പേ ഫ്ലാഷാണ് ന്യൂസ്. പിന്നെ കാണുന്ന ആളുകളെല്ലാം ചോദിക്കുന്നത് എവിടെയാണ് ഷൂട്ടിങ്, എന്നാണ്, എന്ത് ക്യാരക്ടറാണ്, ആരാ ഡയറക്ടർ. നമുക്കിത് മറുപടി പറയാൻ പറ്റുമോ? ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ അവരെന്നോട് പറഞ്ഞു, അവരെന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളെ കണ്ടു തിരുവനന്തപുരത്ത് വെച്ചെന്ന്. അപ്പം
ഞാൻ വിളിക്കാം. അപ്പോൾ എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്? എനിക്കന്ന് വീട്ടിൽ ഫോണില്ല. കോളേജിലെ ഫോണാണ് ഞാൻ കൊടുത്തത്, കോളേജിലെ നമ്പറാണ് കൊടുത്തത്, ദേവമാതാ കോളേജിൽ. അതിനുശേഷമാണ് എനിക്ക് വീട്ടിൽ ഒരു 2 അക്കം ഉള്ളൊരു നമ്പർ 63 എന്ന് പറയുന്ന ഒരു നമ്പറുള്ള ഫോൺ എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ പോട്ടെ, വിളിക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചു, ഇന്ന ദിവസം സൗകര്യമാണോ നമ്പൂരിക്ക്, വീട്ടിൽ വരാൻ പറ്റുമോ? വീട്ടിൽ വരാൻ അറിയാമോ തിരുവനന്തപുരത്ത് വന്നിട്ട്? പറ്റുമെങ്കിൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒന്ന് വിളിക്കുക. അപ്പം ഞാൻ പറയാം എങ്ങനെയാണ് വരേണ്ടത്. ഓട്ടോറിക്ഷയിൽ വന്നാൽ മതി. ചെന്നപ്പോൾ ഞാൻ പാൻസും ഷർട്ടും ഹാഫ് സ്ലീവ് ഷർട്ടും ഇട്ടാൽ പോയേ. എനിക്ക് അന്നുള്ളതിൽ ഏറ്റവും നല്ല പാൻസും ഹാഫ് സ്ലീവ് ഷർട്ടും. അപ്പോൾ ഈ വേഷം കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ സിനിമയിലെ ഒരു കഥാപാത്രം അത്ര യോഗ്യനൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ, സാധാരണ രീതിയിൽ ഷർട്ടും മുണ്ടും, ഒരു സാധാരണ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എന്നെ ഇങ്ങനെ അടിമുടി നോക്കി. ഏതായാലും ഞാൻ അറിയിക്കാം, ഒരു കാപ്പി കുടിച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് കാപ്പി പുള്ളിയുടെ വൈഫ് എടുത്തുകൊണ്ട് വന്നു. കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നാൽ ഞാൻ പോട്ടെ സാർ, ഓക്കെ പോയിക്കോളൂ, വിവരം അറിയിച്ചോളാം. അദ്ദേഹം വിവരം അറിയിച്ചില്ല. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ കേട്ടു അദ്ദേഹത്തിൻ്റെ പടം ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്, പുതിയ ഒരാൾ, വേറൊരാളാണ് അതിലെ ഹീറോ എന്ന്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സെറ്റ് ബാക്ക് അതായിരുന്നു. കാരണം ഈ ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നൊരു ചൊല്ലുണ്ട്. ഇത് മനഃപൂർവ്വം പത്മരാജനോ KP കുമാരനോ എന്നോട് ചെയ്തതല്ല. അവരോട് ഒരാളെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് തോന്നിയ ഒരാൾ, ഇയാളാണെങ്കിൽ തരക്കേടില്ലല്ലോ, അഭിനയവും കണ്ടു, അപ്പോൾ അഭിനയിക്കാനും അറിയാം, വിദ്യാഭ്യാസമുണ്ട് അത്യാവശ്യം. അപ്പോൾ ആ ക്യാരക്ടറെ കുറിച്ചൊന്നും അവരോട് പറഞ്ഞു കാണുകയില്ല. അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഞാൻ ഒത്തിരി ആ പടത്തിൽ പിന്നീട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ കഥയുടെ ആദ്യാവസാനം ഒന്നും പറയില്ല നമ്മളോട്. അതുപോലെ സ്ക്രിപ്റ്റ് നേരത്തെ തരുന്നൊരു ഇതില്ല, ഒരു രീതിയില്ല. ഇത് അസിസ്റ്റൻറ്റ് ഡയറക്ടറോട് പറയും, കൂടുതലൊന്നും പറയണ്ട, ആ ഡയലോഗ് പറയുക, ആ ഡയലോഗ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം, അപ്പോൾ അതുപോലെ പറഞ്ഞാൽ മതി, എന്താണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് ശരിയാണ്, ശരിയെന്ന് ഞാൻ പറയും, ഓക്കെ പറയും, ശരിയല്ലെങ്കിൽ കട്ട്, വീണ്ടും എടുക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്. അപ്പോൾ ചുരുക്കം ഈ ക്യാരക്ടറൊന്നും ഈ പത്മരാജനോടോ KP കുമാരനോടോ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. സിനിമ എനിക്കൊരു ഹീറോയെ വേണം, ഒരു യങ്സ്റ്റർ, ഒരു 10-26 വയസ്സായ ഒരാൾ, ഇതായിരിക്കണം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നതാണ്. അപ്പം അവരുടെ ഒന്നും കുഴപ്പമല്ല. പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഒരു തലക്കിട്ടൊരു കിഴുക്ക് കിട്ടിയ മാതിരി, ഒരടി കിട്ടിയ മാതിരി ഒരു തോന്നലുണ്ടായി. കാരണം ഇത്രയും ആളുകൾ അറിഞ്ഞില്ലേ, ആ ആളുകൾ പിന്നെ ചോദിക്കുന്നത് എന്തിയ സിനിമ തുടങ്ങിയില്ലേ, ഇതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ നിൽക്കണം. ഇത് വല്ലാണ്ട് വിഷമമുണ്ടാക്കി. നാടകം സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് പോയി. നാടകം സ്ട്രോങ് എന്ന് പറഞ്ഞ് ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയാണ്, എനിക്ക് കോളേജിൽ വരാൻ പറ്റില്ല. ഈ പല ദിവസങ്ങളിലും നാടകമാണ്, 1, 2, 3 നാടകം കളിച്ച അവസരങ്ങളുണ്ട്. ശിവരാത്രി പോലെയുള്ള, അതുപോലെ പെരുന്നാളുകൾ, പള്ളിപ്പെരുന്നാളുകൾ. ഒരിക്കൽ ചന്തിരൂർ എന്ന് പറയുന്ന സ്ഥലം, ചന്തിരൂർ എന്ന് പറയുന്നത് ഈ ചേർത്തല ആലപ്പുഴ റൂട്ടിലാണ്. അവിടെ 3ാമത്തെ കളിയാണ് ശിവരാത്രിക്ക്. ഒരു വൈകുന്നേരം 6 മണിക്ക് ഒരു സ്ഥലത്ത് തുടങ്ങി, അവിടുന്ന് സെറ്റ് പൊളിച്ച് കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് വെക്കണം. പക്ഷേ വേറൊരു സെറ്റ് ഉണ്ടാക്കിയിട്ടായിരുന്നു 2ാമത്തെ നാടകം തുടങ്ങേണ്ട സ്ഥലത്ത്. അത് ചന്തിരൂരിൽ നിന്ന് അധികം ദൂരമല്ലാത്ത എറണാകുളത്തിനും ചന്തിരൂരിനും ഇടയ്ക്കുള്ളൊരു സ്ഥലത്ത് അവിടെയായിരുന്നു ആ നാടകം. അവിടെ സെറ്റപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്, നമ്മളങ്ങ് ചെന്നാൽ മതി, മേക്കപ്പ് പോലും അഴിക്കണ്ട. നാടകം കഴിഞ്ഞു ഉടനെ വണ്ടിയെ കയറുക, എന്നിട്ട് പിന്നെ ഇത് പൊളിച്ച്, ഈ ആദ്യം നടന്ന 6 മണിക്ക് നടന്ന നാടകം നടക്കുന്ന സ്ഥലത്തെ ആ സെറ്റ് പൊളിച്ച് 3ാമത്തെ ചന്തിരൂർ കൊണ്ടക്കെട്ടണം. അത് അതിൻ്റെ ആളുകൾ ചെയ്തോളും, വേറെ സംവിധാനം അതിനുണ്ട്. അപ്പം 2ാമത്തെ നാടകം കഴിഞ്ഞു,
അപ്പോൾ അവിടെ നാടകത്തിനിടയ്ക്ക് എന്തോ ചില ഡിലേ വന്നു രണ്ടാമത്തെ സ്ഥലത്ത്. ചുരുക്കം വെളുപ്പിന് 5 മണിയായി ചന്ദ്രൂർ നാടകം കളിക്കാൻ ഞങ്ങൾ എത്തുമ്പോൾ. 5 മണിക്ക് ശിവരാത്രി നാടകമാണ്. ഈ നാടകം വേറെ ഏതാണ്ട് ചെറിയ പരിപാടി അവിടെ വൈകുന്നേരം 7 മണിക്കോ 6:30ക്കോ ഉണ്ടായിരുന്നു. അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞ് ഈ നാടകം കാത്തിരിക്കുന്ന ആളുകളാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ജനസമുദ്രമാണ് അവിടെ ഈ നാടകം കാണാനായിട്ട്. മാത്രമല്ല ഈ നാടകം കളിക്കാനായിട്ട് ഞങ്ങൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, അടി കിട്ടുമോ ഏറ് കിട്ടുമോ എങ്ങനെയാണെന്ന്. പക്ഷേ നാടകത്തിൻ്റെ മേക്കപ്പ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ കൂടിയും ഒന്ന് ഫ്രഷാക്കാനുണ്ട്. അത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറകിൽ സ്റ്റേജിൻ്റെ പുറകിൽ വന്ന് നിന്ന് തെറിയേടെ അഭിഷേകമാണ്. വേറൊന്നും അവർ ചെയ്തില്ല. അവർ വായിൽ കൊള്ളാത്ത അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഇത് പറയുകയാണ്. ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞത്. അത് കാലടി ഗോപിയ മുതൽ നാടകം എഴുതിയ ഇത് നാടകശാല വരെ, ബാബു നമ്പൂരി വരെ, കുട്ടിയടത്ത വിലാസിനി വരെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈസ തിരിച്ചു കൊടുക്കാം, ഇത് നമുക്ക് പോകാം, നാടകം കളിക്കുന്നില്ലേ വേണ്ട, നാടകം കളിച്ചേ പറ്റൂ എന്ന് പറയുന്ന അംഗം. അങ്ങനെ അവസാനം 5:30 മണിയായി ഞങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ നാടകം കളിക്കാൻ. 5:30 മണി മുതൽ 5:30, 6, 1, 7, 7:30 മണിക്കാണ് നാടകം തീരുന്നത്. ഈ വെളിച്ചായി അന്നേരം ഈ ലൈറ്റിട്ട് നാടകം 7:30 മണിക്ക് തീർന്ന് അതുവരെ നാടകം തുടങ്ങിയിട്ട് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഒരക്ഷരം മിണ്ടാതെ ഈ തെരുവ് പറഞ്ഞ ആളുകളൊക്കെ അവസാനം കൈയടിച്ച് പിരിയുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ 3 സ്റ്റേജൊക്കെ പിടിക്കലുണ്ടായുള്ളൂ. നിർബന്ധം കൊണ്ട് അങ്ങനെ ഞങ്ങൾ ചെയ്തതാണ്. ഈ 3 നാടകം കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ വന്ന് ക്ലാസ് എടുക്കണം. അപ്പോൾ ഈ ചന്തിരൂരിൽ ഞാനിവിടെ എനിക്ക് ഈ രാധാകൃഷ്ണൻ്റെ സൈക്കിളേ ഉള്ളൂ, ഈ ബൈക്കേ ഉള്ളൂ. രാധാകൃഷ്ണനുണ്ട് ഈ നാടകം കാണണം. ഒരു കാര്യമില്ല രാധാകൃഷ്ണൻ വന്നിട്ട്. രാധാകൃഷ്ണൻ്റെ കട്ടം വലിക്കാൻ പോലും അതിൽ വന്നിട്ടില്ല. പ്രസിദ്ധ ഇന്നത്തെ വലിയ സാഹിത്യകാരനായ ഈ ശ്രീമൂലനഗരം വിജയൻ അന്ന് കട്ടം വലിക്കാൻ പോലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ നാടകത്തോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം വന്നതാണ്. അതിൻ്റെ അകത്ത് ഒരു 5 രൂപ 10 രൂപ കിട്ടുമോ എന്നുള്ള ഉദ്ദേശിച്ചല്ല വന്നത്. എൻ്റെ ശമ്പളം 30 രൂപയായിരുന്നു അന്ന്. ഒരു സ്റ്റേജിന് ഒരു നാടകത്തിന് 30 രൂപ. ഓരോ 5 നാടകം കഴിയുമ്പോൾ 6ാമത്തെ നാടകം ഫ്രീ, അത് സമ്മതിക്ക്. ഇങ്ങനെയൊക്കെ ഒരു ചില നിയമങ്ങളാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുട്ടിയടത്ത് വിലാസിനിക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം 50 രൂപ. 50 രൂപയും കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലിയും വൺ സൈഡ്. 40 രൂപയേ ഉള്ളൂ ഇത് നെല്ലിക്കോട് ഭാസ്കറിന്. വൈക്കം സുകുമാരൻ നായർക്ക് 35 രൂപ. ഇങ്ങനെയാണ് റേറ്റ്. MS നമ്പൂരിക്കോ 10-30 രൂപയേ ഉള്ളൂ. അദ്ദേഹം കാശിനൊന്നും പേശുന്ന ആളല്ല. ഇരിങ്ങാലക്കുട എന്ന് വന്നാൽ മതി അദ്ദേഹത്തിന്. ഈ ഇതിൻ്റെ റിഹേഴ്സലും അതായത് ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ സീസണിൻ്റെ ഇടയ്ക്ക് തന്നെ ചിലപ്പോൾ ഈ ഉത്സവങ്ങളില്ലാത്ത ഘട്ടം വരും. അന്ന് ഈ നാടക സമിതികളുണ്ടല്ലോ, സമിതികളല്ലെങ്കിൽ ക്ലബ്ബുകൾ, ഫൈൻ ആർട്സ് ക്ലബ്ബ്, ആ ഫൈൻ ആർട്സ് ക്ലബ്ബിലെ പരിപാടി നമ്മൾ പിടിക്കാറുണ്ട്. ഇങ്ങനെ ഉത്സവ സീസൺ അല്ലാത്ത സമയത്ത്. ഇത് രണ്ടും ഇല്ലാത്ത സമയത്ത് ഒരാഴ്ചയൊക്കെ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വരുമ്പോൾ വീണ്ടും റിഹേഴ്സൽ ക്യാമ്പിലേക്ക് എത്തണം. ഒരു 2 ദിവസം റിഹേഴ്സൽ. അങ്ങനെ പക്കാ ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ട് നടക്കുക. കാലടി ഗോപി സാറൊക്കെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായിരുന്നു. അതുപോലെ മറ്റേ സുകുമാരൻ സാറ്, ഇവർ 2 പേരും കൂടെ കൂടിയാണ് ക്യാമ്പിൻ്റെ എല്ലാം ചുമതല. KS നമ്പൂതിരിയും കൂടെ ഉണ്ടാവും. നിസ്സാര കാര്യത്തിനൊക്കെ ശുണ്ടി കടിച്ചിടയ്ക്ക് പോവുമെങ്കിലും അദ്ദേഹം വീണ്ടും വരും. ഇത് അതിൽ ഈ കോമഡി ഐറ്റംസ് എല്ലാം എഴുതി ചേർത്തത് KSൻ്റെ പെർമിഷനോട് കൂടി കാലടി ഗോപിയാണ്. ആ കോമഡിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആളാണ് കുതിരവട്ടം പപ്പു, മാള അരവിന്ദൻ. ഈ 2 ആളുകളെ. കുതിരവട്ടം പപ്പുവിൻ്റെ വേഷം അതിൻ്റെ അകത്ത് ഇത് ഒരു താഴ്ന്ന ജാതിക്കാരനായ ഒരാൾ ശാന്തി സ്കൂളിൽ നിന്ന് പാസ്സായി. അയാൾക്ക് ശാന്തി ദേവസ്വം ബോർഡ് കൊടുക്കുന്നു ഒരു ക്ഷേത്രത്തിൽ. ഗ്രഹപ്പഴയ്ക്ക് അയാൾ ശാന്തി കഴിക്കാൻ വരുന്നത് ഈ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഏത് ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചാണോ ഈ കഥ നടക്കുന്നത് ആ ക്ഷേത്രത്തിലാണ് ഇയാൾ ശാന്തി കഴിക്കാൻ വരുന്നത്. അപ്പോൾ അവിടെ ഈ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിനടുത്തുള്ള ഞങ്ങളുടെ ഗ്രഹത്തിൽ, നമ്പൂതിരി ഗ്രഹത്തിൽ, MS നമ്പൂതിരിയുടെ ഗ്രഹത്തിൽ, അല്ലെങ്കിൽ നാരായണൻ നമ്പൂരി എന്ന് പറയുന്ന എൻ്റെ ഗ്രഹത്തിൽ അവിടെ വരികയും ഈ MS നമ്പൂരി ഇദ്ദേഹം തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ, ഈ കുതിരവട്ടം പപ്പുവിൻ്റെ ചില പ്രസംഗങ്ങളും
അതൊക്കെ ഈ കാണാതെ പഠിച്ച് പറയുന്ന പോലെയുള്ള ചില പ്രസംഗങ്ങളും അതിന് പ്രസംഗത്തിനിടയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കുതിരം ഓട്ടം പപ്പുവിന് അറിയാൻ മേല. വലിയ പ്രാസംഗികരൊക്കെ ഈ പ്രസംഗത്തിനിടയ്ക്ക് സോഡ എന്ന് പറയുമല്ലോ, എന്ന് പറഞ്ഞാൽ സോഡ തരാനായി പറയുന്നത്. അങ്ങനെ MS തമ്പൂരോട് ഈ വഴക്ക് കൂടുന്നതിൻ്റെ ഇടയ്ക്ക് അറിയാതെ ഇയാൾ കാണാണ്ട് പഠിച്ച ഡയലോഗ് MS തമ്പൂരോട് സോഡ എന്ന് പറയുകയും ഉടനെ ഇദ്ദേഹം പോടാ എന്ന് പറയുകയും ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള കോമഡി. ഇത് വളരെ ഗംഭീരമായിട്ട് ഇവരെല്ലാം ആക്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു, ഒരു നാടകമായിരുന്നു അത്. മാളാരവിന്ദൻ്റെ ക്യാരക്ടർ വേറൊന്നാണ്. ഒരു പെൺകോന്തനായിട്ട് ഒരാൾ ഈ ജെസ്സി അഭിനയിക്കുന്നൊരു കഥാപാത്രത്തിന് പിന്നാലെ നടക്കുന്ന ഒരു മൂളിപ്പാട്ടും പാടി നടക്കുന്ന ഒരു കഥാപാത്രം. അങ്ങനെ എല്ലാവരും, നെല്ലിക്കോട് ഭാസ്കരനാണ് അതിൽ ഹീറോ എന്ന് പറയുന്ന ഒരു പരിവേഷം. നാരായണൻ നമ്പൂതിരിക്കാണെങ്കിൽ കൂടി അതിൽ ഏറ്റവും ഉഗ്രനായ വേഷം നെല്ലിക്കോട് ഭാസ്കരേട്ടൻ്റെ ആയിരുന്നു. വൈക്കം സുകുമാരൻ നായർ ഈ വിഗ്രഹം മേടിക്കാനായിട്ട്, വിഗ്രഹം വാങ്ങാനായിട്ട്, അല്ലെ വിഗ്രഹം എടുക്കാനായിട്ട് ഈ ഹീറോയെ നാരായണൻ നമ്പൂതിരിയെ പ്രേരിപ്പിക്കുന്ന കഥാപാത്രം. അങ്ങനെ നാടകത്തിൻ്റെ പല സങ്കേതങ്ങളും എനിക്ക് ഈ നാടക ക്യാമ്പിൽ വെച്ച്, അല്ലെങ്കിൽ ഈ നാടക കളരിയല്ല, ഇതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് എനിക്ക് പറഞ്ഞു തന്നത് വൈക്കം സുകുമാരൻ നായരാണ്. വൈക്കം സുകുമാരൻ നായർ മറ്റാരുമല്ല, പ്രസിദ്ധ നടനായ ജനാർദ്ദൻ എന്ന് പറയുന്ന ആളുടെ ജ്യേഷ്ഠൻ. അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല. ജനാർദ്ദൻ്റെ കൂട്ട് തന്നെയാണ് കണ്ടാൽ, പക്ഷേ ശബ്ദം അതുപോലെയല്ല. അതിഗംഭീരനായൊരു നടനായിരുന്നു, പ്രസിദ്ധനായ നടനായിരുന്നു. നാടകത്തിൽ ക്ലോസപ്പ് എന്താണ്, നാടകത്തിൽ മിഡ് ഷോട്ട് എന്താണ്, നാടകത്തിൽ ലോങ് ഷോട്ട് എന്താണ് എന്നുള്ളത് സിനിമയും നാടകവും തമ്മിൽ കമ്പയർ ചെയ്ത് എന്നോട് കാണിച്ചു തന്ന് പറഞ്ഞ് പഠിപ്പിച്ച ആളാണ് വൈക്കം സുകുമാരൻ നായർ. പിന്നെ ഡയലോഗ് റെൻഡറിങ്ങിൻ്റെ സ്റ്റൈല് അത് എങ്ങനെ വേണമെന്ന് നെല്ലിക്കോട് ഭാസ്കരൻ, നാടകത്തിലെ ഡയലോഗ് റെൻഡറിങ്ങിൻ്റെ സ്റ്റൈൽ എങ്ങനെ വേണമെന്നൊക്കെ ഭാസ്കരേട്ടനാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇവർ രണ്ടും ഗുരുസ്ഥാനീയരാണ് എനിക്ക് നാടകത്തെ സംബന്ധിച്ചിടത്തോളം. നാടകം ഇഷ്ടംപോലെ നമുക്ക് പറ്റാത്തത്ര രീതിയിൽ കളിക്കുകയാണെങ്കിൽ കളിച്ച് അവസാനം എനിക്ക് എൻ്റെ ലീവുകളെല്ലാം തീർന്നു. എനിക്ക് തിരിച്ചിവിടെ വരാണ്ട് വയ്യ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം വടക്കൻ കേരളത്തിലേക്ക് നാടകത്തിലെ ആ വേഷം ചെയ്യാനായിട്ട് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടെത്തേണ്ടി വന്നു. കുന്നംകുളത്തുകാരനൊരു പുരുഷൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹമാണ് പിന്നീട് തൃശ്ശൂരിന് വടക്കോട്ടുള്ള ഈ നാടകം കളിക്കുമ്പോഴെല്ലാം ഇതിൽ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പോകുന്ന പുരുഷനാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരും തെക്കേക്ക് നാടകം കളിക്കാൻ പോകുമ്പോൾ ഞാനും ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് ഈ നാടകം കളിക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. അത് 2 വർഷത്തോളം ആ നാടകമായിട്ട് ഓടി. എൻ്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ ഇങ്ങനെ തോന്നൽ. അപ്പോൾ അതിങ്ങനെ മനസ്സിലുണ്ട്. ഇതിനിടയ്ക്ക് വളരെ യാദൃശ്ചികമായിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു വിളി വന്നു.